ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി റെസിപ്പീസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു വെറൈറ്റി പനീർ കറിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു കറിയാണിത്. കുറച്ച് സാധനങ്ങൾ കൊണ്ട് വളരെ ഡെലീഷ്യസ് ആയിട്ട് ഇതുപോലെ ഒരു കറി നിങ്ങൾ ഉണ്ടാക്കി കാണില്ല. പനീർ കൊണ്ട് പല കറികളും ഉണ്ടാക്കും, പനീർ ബട്ടർ മസാല അങ്ങനെ പലതും ഉണ്ടാക്കാറുണ്ട്. പക്ഷേ ഇത് കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഇത്രയും ടേസ്റ്റി ആയിട്ടുള്ളൊരു പനീർ കറി ആരും ഉണ്ടാക്കി കാണില്ല. വളരെ ടേസ്റ്റാണ്. പിന്നെ ഇത് ഫ്രൈഡ് റൈസിന് നല്ലൊരു കോമ്പിനേഷനാണ്. ഫ്രൈഡ് റൈസിന് സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റിയൊരു പനീർ കറിയാണിത്. ഈ നോയമ്പ് കാലത്ത് ട്രൈ ചെയ്യാൻ പറ്റിയൊരു നല്ലൊരു ഡിഷാണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പനീറാണ് നമുക്ക് വേണ്ടത്. അതിന് ഞാൻ 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇത് വളരെ സോഫ്റ്റായിട്ടുള്ള പനീറാണ് കേട്ടോ ഞാനിത് എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് കട്ട് ചെയ്ത് പുറത്തെടുത്തിട്ട് ഇതൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ 200 ഗ്രാം പനീർ ഞാൻ പുറത്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. വാഷ് ചെയ്തതിന് ശേഷം അതിലുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ ഒന്ന് ടിഷ്യൂ പേപ്പർ കൊണ്ട് അതൊക്കെ ഒന്ന് ഒപ്പിക്കളയണം. അതിനുശേഷം നമുക്കിതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. വളരെ നേരിയതായിട്ട് ഇത് വീതിയിൽ സ്ലൈസ് ചെയ്തെടുക്കുക. ക്യൂബ്സ് അല്ല, ഇങ്ങനെ വീതിയിൽ കട്ട് ചെയ്തെടുക്കുക. ഇതെല്ലാം വളരെ നേരിയതായിട്ട് വീതിയിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ആ പനീറെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. രണ്ട് സൈഡും ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. പാനിൽ നന്നായിട്ട് നിരത്തി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. കൂടുതൽ എണ്ണ വേണമെന്നില്ല. പാൻ ഫ്രൈ ആണ് ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണ ചേർത്താൽ മതിയാകും. അതിനുശേഷം ഇതുപോലെ നിരത്തി വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. രണ്ട് സൈഡും ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഞാനതെല്ലാം ബ്രൗൺ നിറമാവുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെത് ചിലതൊക്കെ ഒന്ന് കുറച്ച് കൂടുതൽ ഫ്രൈ ആയി പോയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റായിട്ടും ഗോൾഡൻ ബ്രൗൺ നിറമാവുമ്പോൾ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് സോസ് റെഡിയാക്കാം. അതായത് ഗ്രേവിക്കുള്ള സോസ് റെഡിയാക്കാം. അതിനുവേണ്ടി പാൻ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിക്കുക. നമ്മൾ പനീർ ഫ്രൈ ചെയ്ത ബാക്കി എണ്ണ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ചേർക്കാം കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് 2 വലിയ സവാള ചോപ്പ് ചെയ്തത് ചേർക്കുക. എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വാടുന്നത് വരെ വഴറ്റി കൊടുക്കുക. സവാള ഒന്ന് സോട്ടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കഴിയുമ്പോഴേക്കും അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഫ്ലേക്സ് ചേർക്കുക. എരിവ് വേണ്ടവർക്ക് റെഡ് ചില്ലി ഫ്ലേക്സും ചേർക്കാവുന്നതാണ്. 2 ടീസ്പൂൺ കേട്ടോ. അതിനുശേഷം ടേസ്റ്റിനുള്ള ഉപ്പ് ചേർക്കുക. സോസൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഉപ്പ് നിങ്ങൾ നോക്കിയിട്ട് ചേർക്കുക. അവരവരുടെ ടേസ്റ്റ് അനുസരിച്ചുള്ള ഉപ്പ് ചേർക്കുക. ആദ്യമേ കുറച്ച് ചേർത്തിട്ട് അവസാനം നമുക്ക് പോരാത്ത ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മുളക് പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റി കൊടുത്തതിന് ശേഷം 1 കപ്പ് വെള്ളം ഇതിലേക്ക് ചേർക്കുക. എന്നിട്ട് ഇതിലേക്ക് തിളച്ച് വരുമ്പോഴേക്കും 1/2 കപ്പ് ചോപ്പ് ചെയ്ത capsicum ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇത് നന്നായിട്ട് തിളക്കാൻ അനുവദിക്കുക. തിളച്ച് കഴിയുമ്പോഴേക്കും 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ടൊന്ന് തിക്കായി വരും. അതിനുശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ച് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കോൺ പൗഡർ 2 ടീസ്പൂൺ വെള്ളത്തിൽ കലക്കിയിട്ട് ചേർക്കുന്നതാണ് കോൺ സ്റ്റാർച്ച്.
കോൺ സ്റ്റാർച്ച് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മിക്സ് ചെയ്യുക. തുടരെ ഇളക്കി കൊടുത്തില്ലെങ്കിൽ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പെട്ടെന്ന് ഇളക്കി തിളച്ച് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് കൊടുക്കുക. ഞാൻ ഫ്രൈ ചെയ്ത പനീർ കുറച്ച് കൂടുതൽ ഫ്രൈ ആയി പോയിട്ടുണ്ട്. നിങ്ങളത് കറക്റ്റ് പാകത്തിന് ഫ്രൈ ചെയ്തെടുക്കുക. പനീർ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്യുക. ഗ്രേവിയൊക്കെ നന്നായിട്ട് ഈ കഷ്ണങ്ങളിൽ പിടിക്കുവോളം നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിച്ചീര പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക, മല്ലിയില. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഗ്രേവിയൊക്കെ നന്നായിട്ട് പനീർ കഷ്ണങ്ങളിൽ പിടിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഈ പനീർ കറി ഉണ്ടാക്കിയത്. വളരെ ഡെലീഷ്യസുമാണ് ഇത് കഴിക്കാനായിട്ട്. നമുക്കിത് ഫ്രൈഡ് റൈസിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് എടുത്ത് വെച്ചാൽ കാണാൻ നല്ല ഭംഗിയാണ്. വളരെ നല്ലൊരു വെജിറ്റേറിയൻ ഡിഷാണിത്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണിത്. അപ്പോൾ വളരെ രുചികരമായ ഈ പനീർ കറി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. വീണ്ടും നമുക്ക് ഇതുപോലുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക് യു.